ഹലോ ഗായ്സ്, ഐ ആം ഹിയർ വിത്ത് എ ന്യൂ വീഡിയോ. ഓഫീസിൽ ഓണം പ്ലസ് വിനായക ചതുർത്ഥി സെലിബ്രേഷൻ ആയിരുന്നു, പോസ്റ്റ് സെലിബ്രേഷൻ ആയിരുന്നു. അതിൻ്റെ വീഡിയോ ആണ്. ഓൾസോ ഇവിടെ വെതറും കാര്യങ്ങളും ഇങ്ങനെ ഡേ ടു ഡേ ചേഞ്ച് ആകുന്നുണ്ട്. എൻ്റെ സൗണ്ട് മൊത്തം പോയിരിക്കുകയാണ്. സോ പ്ലീസ് ഇഗ്നോർ ദാറ്റ്. ഇതായിരുന്നു ടോട്ടൽ ഔട്ട്ഫിറ്റും. നല്ല വെയിലായതുകൊണ്ട് കുടയും ചൂടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരു സാരിയും ഒരു ഫുൾ സ്ലീവ് ബ്ലൗസ് ആയിരുന്നു ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എക്സാക്ട് ട്രഡീഷണൽ സാരി അല്ല, നല്ലൊരു ട്രഡീഷണൽ ലുക്ക്, അതായത് കേരള സാരി അല്ല, ഒരു ട്രഡീഷണൽ ലുക്ക് വരുന്ന ഒരു സാരിയായിരുന്നു വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയായിരുന്നു എൻ്റെ ടോട്ടൽ ലുക്കും കാര്യങ്ങളൊക്കെ. ഓഫീസിൻ്റെ മുന്നിലൊരു രംഗോലി, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രംഗോലിയൊക്കെ ഉണ്ടായിട്ടായിരുന്നു. സെയിം ടൈം അവിടെ ഗണേശ പൂജ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓഫീസിലെത്തി ലോഗിൻ, അതായത് സിസ്റ്റം ലോഗിനൊക്കെ ചെയ്തു. നല്ല ചൂടായതുകൊണ്ട് ഇങ്ങനെ മുടി ടൈ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒരു കൊളീഗിനോട് വരുന്ന വഴിക്ക് ജാസ്മിൻ അതേ മുല്ലപ്പൂ വാങ്ങിക്കാൻ പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ഞാൻ വാഷ്റൂമിൽ പോയി മുല്ലപ്പൂവൊക്കെ വെച്ചു. ഈ സ്റ്റൈൽ എന്താണെന്ന് എനിക്കറിയില്ല. മുതൽ മുടി ബാക്കിലോട്ട് ടൈ ചെയ്തിട്ട് അതായത് അങ്ങനെ വെച്ചിട്ടായിരുന്നു. ഇതെന്താ പേരൊന്നും എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് പൂജ കഴിഞ്ഞു. പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ലഡുവും പിന്നെന്താ കടല പുഴുങ്ങിയ പോലത്തെ എന്തോ ആയിരുന്നു. സോ ഞാൻ സ്വീറ്റ്സ് കഴിക്കാതെ അത് ഞാൻ കൊള്ളിനെടുത്തു, ബാക്കിയൊക്കെ ഞാൻ തന്നെ കഴിച്ചു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. എന്താ പറയുക, സെലിബ്രേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, അറ്റ് ദ എൻഡ് നമുക്കുള്ള ടാസ്കും കാര്യങ്ങളും ടാർഗറ്റും കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വർക്ക് പെൻഡിങ് ആവും. സോ പിന്നെ ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. അറ്റ് ദ സെയിം ടൈം ടീംമേറ്റ്സ് പറയുന്നുണ്ടായിരുന്നു, അതായത് എൻ്റെ ടോട്ടൽ ലുക്ക് തന്നെ ഭയങ്കര മാറിയിട്ട് ഭയങ്കര മെച്ചുവർഡായിട്ട് തോന്നുന്നു. ഈ സാരിയും താലി പ്ലസ് അസിന്ദൂരം എല്ലാം കൂടി ഉണ്ടായിട്ട് ഭയങ്കര മെച്ചുവർഡായിട്ട് തോന്നുന്നു പറഞ്ഞു. അപ്പോഴത്തേക്കും പൂജ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ പൂക്കളം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കാണാൻ പോയി. എനിക്ക് തോന്നുന്നത് ഒരു 7-8 ഡിസൈൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ഫ്ലോറിൽ നിന്ന് 2 ടീംസായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അങ്ങനെ ഫ്ലോർ വൈസ് ഉണ്ട്, ഓരോ ഫ്ലോറിൽ നിന്നും ഡിഫറെൻറ്റ് ടീംസ് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ഓരോ പൂക്കളും കാര്യങ്ങളും നടന്നു പോയി കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടെറസ് ഏരിയയിൽ നിന്ന് നമ്മുടെ കഫ്റ്റീരിയ അവിടുന്ന് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ക്ലിപ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് അതായത് ലൈറ്റിംഗ് ശരിയല്ലാത്തതുകൊണ്ട്, കാരണം ഓപ്പൺ പ്ലേസ് ആയിരുന്നു, ലൈറ്റിംഗ് ശരിയല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ ശേഷം ഫുഡ് കഴിച്ചു. ആസ് യൂഷ്വൽ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഫോട്ടോ സെക്ഷനിൽ ടീം വൈസ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ്. ഞങ്ങളുടെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ആണ് ഇത്, എ ബ്ലോക്ക്. ഞങ്ങളുടെ ബി ബ്ലോക്കും ആണ്. ഇവിടെ ഞങ്ങൾ എന്താ പറയുക, യൂഷ്വലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ മീൻസ് അവിടെ കാണാൻ നല്ല ഭംഗിയാണ്, ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ റൂമിലോട്ട് പോയി. തൊട്ടടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു, അതിലൂടെയാണ് ഞാൻ യൂഷ്വലി പോകാറ്. നല്ല ഭംഗിയാണ് അവിടെ കാണാൻ, അതായത് പാർക്കും അതിൻ്റെ അറ്റ്മോസ്ഫിയറും സ്കൈയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ആ ടൈമിൽ. അത് കഴിഞ്ഞ് ഞാൻ റൂമിലെത്തി ഒരു 100 വിത്ത് മീ എടുത്തു. ആദ്യം തലയിൽ വെച്ച മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു. കുറച്ച് പാടുപെട്ടിട്ടുണ്ടായിരുന്നു റിമൂവ് ചെയ്യാൻ, കാരണം എന്താ പറയുക, മുടി മൊത്തത്തിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. അങ്ങനെ അതെല്ലാം റിമൂവ് ചെയ്തു. മൊത്തത്തിൽ എത്ര മുളകണ്ടെന്ന് എനിക്കറിയത്തില്ല, കാരണം കൊളിക്കായിരുന്നു വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. എന്തായാലും ഒരു 3-3.5 ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, കുറച്ചധികം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് മരിയുടെ സൈഡിലോട്ട് വെച്ചു. നെക്സ്റ്റ് എൻ്റെ ജിംക്ക് അയക്കാതെ വെച്ചു. നല്ല കുറച്ച് ടൈറ്റായിരുന്നു, കാരണം പുതിയതായിരുന്നു, റീസെൻ്റ്ലി വാങ്ങിച്ചതായിരുന്നു, മീൻസ് ഓണത്തിനനുബന്ധിച്ച് വാങ്ങിച്ചതായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതായത് അതിൻ്റെ മുകളിലൊരു റാണി പിങ്ക് സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. റാണി പിങ്ക് സ്റ്റോൺ സെൻറ്ററിലായിട്ടും, പിന്നെ വൈറ്റ് സ്റ്റോണല്ല വൈറ്റ് ബീഡ്സ് ഹാങ്ങിങ് ആയിട്ട് വരുന്നൊരു ജിംക്കായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു. കൂടുതലായിട്ടൊന്നുമില്ല, ഒരു ഫൗണ്ടേഷൻ, കൺസീലറും ബ്ലഷും ലിപ്സ്റ്റിക്കും ഐലൈനറും മാത്രമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ അധികം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ടിഷ്യൂ വെച്ചിട്ടായിരുന്നു വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഫേസ് വാഷ് ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പഞ്ചാരാസിൻ്റെ ഫേസ് വാഷ്. എന്തായാലും ഇപ്പോൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മീൻസ് ഞാൻ മുന്നേ വേറെ ആയിരുന്നു, ബോംബെ ഷേവിങ് കമ്പനീൻ്റെതായിരുന്നു യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്, അതായത് കഫീൻ്റെത്. ഇപ്പം റീസെൻ്റായിട്ട് ഞാൻ ഇതിലൂടെ മൂവ് ചെയ്യുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം ഞാൻ റോസ് വാട്ടർ ജെല്ലാണ് സ്പ്രേ ചെയ്ത് അത് വെച്ച് നന്നായിട്ട് മസാജ് ചെയ്തു. അപ്പോഴാണ് മുഖത്തൊരു പിമ്പിൾസ് ഉണ്ടായിരുന്നത് കണ്ടത്, അത് പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം വേദന ഉണ്ടായിരുന്നു, അത്യാവശ്യം വലിയതുമായിരുന്നു അത്. അപ്പോൾ അറ്റ് ലാസ്റ്റ് ഇത്രയും സാധനങ്ങളായിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഞാൻ വളരെ കുറച്ച് പിന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന്. ആൻഡ് ഫൈനലി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, മുടിക്കൊന്നും കൂടി നല്ല വൃത്തിയിൽ ടൈ ചെയ്തു. അപ്പോൾ എത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.